ഇന്ന് നമുക്ക് നോക്കാനായിട്ടുള്ളത് രണ്ടാമത്തെ മൊഡ്യൂളിൽ ISO 9000 ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് ആരംഭിച്ചിട്ടുണ്ടായിരുന്നു, എന്താണ് ISO എന്നുള്ളത്. അപ്പോൾ ഇതിനെക്കുറിച്ചാണ് നമുക്ക് ഇന്ന് പഠിക്കാനായിട്ട് ഉള്ളത്. ISO എന്താണ് എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ ഫോർ സ്റ്റാൻഡേർഡ്സ്. ഇതിൻ്റെ എലമെൻറ്റ്സ് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് പഠിക്കാനായിട്ടുള്ളത് എങ്ങനെയാണ് ISO നമുക്ക് ഒരു കമ്പനിയിൽ ഇൻസ്റ്റാൾ ചെയ്യാനായിട്ട് സാധിക്കുക, എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് ചെയ്യേണ്ടത് എന്നുള്ളതാണ് ഇനി നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ 3 സ്റ്റെപ്പുകളാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഫസ്റ്റ് വൺ പ്രിപ്പറേറ്ററി സ്റ്റെപ്പ്, ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്പ്, രജിസ്ട്രേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സ്റ്റെപ്പ്. ഓക്കെ, ഇപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വെച്ചു ഈ 3 സ്റ്റെപ്പുകളിലൂടെ നമുക്ക് ആ സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യാം, അത് നമുക്ക് ലഭിക്കുന്നതാണെന്ന്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്ക് കസ്റ്റമർ ആഗ്രഹിക്കുന്ന ക്വാളിറ്റി പ്രോഡക്റ്റ് കൊടുക്കാനായിട്ട് പറ്റുമെന്നുള്ളതിൻ്റെ എല്ലാ കാര്യങ്ങളും തെളിയിക്കാനായിട്ട് നമുക്ക് പറ്റുന്നുണ്ടെങ്കിൽ മാത്രമേ നമ്മളിത് ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ ഇതിനെല്ലാത്തിനും മുൻപായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ക്വാളിറ്റി എന്നുള്ളത്. ക്വാളിറ്റി കൃത്യമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നുണ്ടോ, പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് ഈ ഒരു സർട്ടിഫിക്കേഷനിലോട്ട് പ്രവേശിക്കാൻ പറ്റുക. അപ്പോൾ ഈ 3 സ്റ്റെപ്പുകളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. എന്തൊക്കെയാണെന്ന് ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേറ്ററി സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒന്നാമത്തേത് ക്വാളിറ്റി അവയർനെസ് ട്രെയിനിങ്. നമ്മുടെ കമ്പനിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും തന്നെ ക്വാളിറ്റി അവയർനെസ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും, വർക്കേഴ്സ് ആണല്ലോ പണിയെടുക്കുന്നത്, അതുകൊണ്ട് അവർക്ക് മാത്രം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്താൽ പോരെ. ഒരിക്കലും ആ ഒരു രീതിയിലേക്കല്ല നമുക്ക് ക്വാളിറ്റീനെ കാണിക്കാനായിട്ട് പറ്റുക. ആ കമ്പനിയിൽ ആരൊക്കെയുണ്ടോ പല ലെവലിലുള്ള വർക്കേഴ്സ് ഉണ്ടാവും, പല ആളുകളുണ്ടാവും. സോ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാളിറ്റി അവയർനെസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് കമ്പനി ഫുള്ളി ഒരു ക്വാളിറ്റി എന്നുള്ളൊരു കോൺഷ്യസ് ആയിട്ട് അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വളർത്താനായിട്ട് സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ക്വാളിറ്റി അവയർനെസ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എല്ലാ ലെവലിലുള്ള ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ ആ ഒരു പൊസിഷനിലുള്ള വ്യക്തി ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവിടെ നമുക്ക് കിട്ടും. സെക്കൻഡ് വൺ, ടാസ്ക് ഫോഴ്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് 3 levels ടു പ്രിപ്പയർ നെസസറി ക്വാളിറ്റി ഡോക്യുമെൻറ്റ്സ്. ക്വാളിറ്റി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണമെന്നാണ് രണ്ടാമത്തേൽ നമ്മൾ പറയുന്നത്. ഇതിൽ 3 രീതിയിലാണ് നമ്മളിതിനെ കാണിക്കുന്നത്. ഒന്നാമത്തേത് ടോപ്പ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിറ്റി പോളിസിയാണ്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആളുകൾ പറയുകയാണ് നമുക്ക് നമ്മുടെ ക്വാളിറ്റി പോളിസി ഇന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറയണം. അപ്പോൾ അവർക്ക് ആദ്യമേ ഈ ഒരു ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും അവർക്കറിയാം ഇന്ന രീതിയിൽ പോയാലാണ് നമുക്ക് മാർക്കറ്റിൽ നിൽക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ISO സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുക. സോ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമറിന് വേണ്ടിയിട്ട് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വാളിറ്റി പോളിസി ടോപ്പ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. രണ്ടാമത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കണം. തേർഡ് വൺ, ജൂനിയർ ലെവൽ എക്സിക്യൂട്ടീവ്സ്, അവർ വർക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കണം. Then third one, analyze the existing practices and procedures and the corrective actions to be implemented. നമ്മൾ ISO സർട്ടിഫിക്കേഷനോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഓൾറെഡി ഒരു കമ്പനി ഉണ്ടാവും, ആ കമ്പനി ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, അത് മാർക്കറ്റിൽ എത്തിക്കുന്ന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്പനിയിൽ നമ്മൾ ISO സർട്ടിഫിക്കേഷന് വേണ്ടി പോകുമ്പോൾ അപ്പോൾ അവർ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഇന്ന ക്വാളിറ്റിയുള്ള സാധനങ്ങളായിരിക്കണം നമ്മൾ ഉണ്ടാക്കേണ്ടത്, അല്ലെങ്കിൽ ഇന്ന ഡയമെൻഷൻ ആയിരിക്കണം, അല്ലെങ്കിൽ ഇന്ന സ്പെക്ക് ആയിരിക്കണം. ഈ കാര്യങ്ങളൊക്കെ മീറ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മുടെ പ്രൊഡക്ഷൻ വേണ്ടത്. അപ്പോൾ നമ്മൾ നോക്കുന്നത് ഇപ്പം നമ്മുടെ പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതിനകത്ത് എന്തൊക്കെ കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. കാരണം എന്ത് വേണം, നമുക്ക്
ISO സർട്ടിഫിക്കേഷനിലേക്ക് കൊടുക്കാനായിട്ട് പറ്റുന്ന രീതിയിലോട്ട് നമ്മുടെ പ്രൊഡക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ പ്രോസസ്സിനെ അല്ലെങ്കിൽ നമ്മുടെ കമ്പനീനെ മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്തൊക്കെ കറക്ഷൻസ് നമ്മൾ ചെയ്യേണ്ടതുണ്ട്. ആൻഡ് ഫോർത്ത് വൺ, ഡെവലപ്പ് സ്റ്റാൻഡേർഡ് പ്രൊസീജിയേഴ്സ് ഫോർ മാനുഫാക്ചറിങ്. നമ്മൾ മാനുഫാക്ചറിങ്ങിന് വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള പ്രൊസീജിയേഴ്സ് പാലിക്കണം. ഏതെങ്കിലും രീതിയിൽ വർക്ക് ചെയ്യുക അല്ലെങ്കിൽ എങ്ങനെയെങ്കിലും നമ്മൾക്ക് പ്രൊഡക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതല്ല നമ്മളിവിടെ നോക്കുന്നത്, കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. ദെൻ ലാസ്റ്റ് വൺ, ക്വാളിറ്റി പോളിസി, ക്വാളിറ്റി റെക്കോർഡ്സ്, വർക്ക് ഇൻസ്ട്രക്ഷൻസ്, സ്പെസിഫിക്കേഷൻസ് എക്സെട്ര ഷുഡ് ബി ഡോക്യുമെൻറ്റഡ് ഇൻ എ സിസ്റ്റമാറ്റിക് ആൻഡ് ഓർഡർലി മാനർ. നമുക്ക് ഈ സംഗതികളെല്ലാം തന്നെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. ഓരോ ലെവലിലൊക്കെ ഓരോ സംഗതികളൊക്കെ ക്രിയേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞു വെച്ചു. പക്ഷേ ഇത് ഒരിക്കലും ഒരു വാക്കുകൊണ്ടോ അല്ലെങ്കിൽ ഒരു രീതി കൊണ്ടോ മാത്രം കാണിച്ച് മനസ്സിലാക്കേണ്ട കാര്യമല്ല. കൃത്യമായിട്ട് റെക്കോർഡായിട്ട് സൂക്ഷിക്കണം, ഡോക്യുമെൻ്റായിട്ട് സൂക്ഷിക്കണം. കാരണം ഇത് നോക്കിയിട്ടാണ് ബാക്കിയുള്ള എല്ലാവരും വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് കൃത്യമായിട്ട് ഡോക്യുമെൻ്റ് ചെയ്യുക, അതനുസരിച്ച് വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുകയല്ല വർക്ക് ചെയ്യുക. ഇതാണ് നമ്മുടെ പ്രിപ്പറേറ്ററി സ്റ്റെപ്പിനകത്ത് വരുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പ് പ്രിപ്പറേറ്ററി സ്റ്റെപ്പ്. രണ്ടാമത്തേതാണ് ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റെപ്പ്. അതിലൊന്നാമത്തേത് ഇംപ്ലിമെൻറ്റിംഗ് ദ ഡോക്യുമെൻറ്റഡ് ക്വാളിറ്റി സിസ്റ്റം ഇൻ ടു പ്രാക്ടീസ് ഇൻ ദ ഓർഗനൈസേഷൻ. നമ്മൾ കഴിഞ്ഞ സ്റ്റെപ്പിലെ അവസാനത്തെ പോയിൻ്റായിട്ട് നമ്മൾ കണ്ടത് ഇതാണ്, ഡോക്യുമെൻറ്റ്സ് ആക്കി വെക്കണം എന്നുള്ളത്. നമ്മൾ നേരത്തെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ചെയ്ത കാര്യങ്ങൾ, ക്വാളിറ്റി പോളിസീസ് ആണെങ്കിലും ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ആണെങ്കിലും അതുപോലെ തന്നെ വർക്ക് ഇൻസ്ട്രക്ഷൻസ്, ഡ്രോയിങ്, സ്പെസിഫിക്കേഷൻസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ അത് നമ്മൾ ഡോക്യുമെൻ്റ് ആക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ക്വാളിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ മീൻസ് ഉണ്ടാക്കിയിട്ടുള്ള ഡോക്യുമെൻ്റ് അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. രണ്ടാമത്തേത് ക്വാളിറ്റി സിസ്റ്റം ഷുഡ് ബി ഇവാലുവേറ്റഡ് ഓൺ എ റെഗുലർ ബേസിസ് to determine whether these are effective in achieving stated quality objectives. അപ്പോൾ നമ്മൾ ഈ സംഗതികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, പക്ഷെ നമ്മൾ ഇന്നൊരു ക്വാളിറ്റി ഉണ്ടാക്കണം അല്ലെങ്കിൽ ഇന്നൊരു ക്വാളിറ്റി പ്രൊഡക്റ്റ് ആയിരിക്കണം എന്ന് വിചാരിച്ചിട്ട് ഉണ്ടാക്കിയ സംഗതികൾക്ക് ആ ഒരു ക്വാളിറ്റി കീപ്പ് ചെയ്യാൻ പറ്റുന്നുണ്ടോ, അല്ലെങ്കിൽ പ്രൊഡക്റ്റായിട്ട് വരുമ്പോൾ ക്വാളിറ്റി ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ള സംഗതികൾക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ള ഒരു റെഗുലർ ബേസ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം എന്നുള്ളതാണ്, ഇവാലുവേറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ദെൻ സംഗതി അങ്ങനെ നടക്കുന്നില്ല. അപ്പം നമ്മൾ നോക്കുകയാണ്, നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഒന്നും എത്തുന്നില്ലെങ്കിൽ നമ്മൾ നേരത്തെ ഒരു സ്റ്റെപ്പ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു, കറക്റ്റീവ് ആക്ഷൻസ്. നമ്മുടെ മിസ്റ്റേക്ക് എന്താണോ അത് കണ്ടുപിടിക്കുക, അതിനെ കറക്റ്റ് ചെയ്യുക, പുതിയ രീതിയിലോട്ട് മാറ്റുക. അങ്ങനെ നമുക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ്, ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് എന്താണോ ഉള്ളത്, അല്ലെങ്കിൽ നമ്മൾ ഏത് ക്വാളിറ്റിയിലാണോ പ്രോഡക്റ്റ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ISO എന്താണോ നിർദ്ദേശിക്കുന്നത് അതിനനുസരിച്ചുള്ള പ്രൊഡക്റ്റ് ആക്കിയിട്ട് നമുക്ക് മാറ്റണം. ദെൻ മൂന്നാമത്തേത് പറയുന്നത് എ തേർഡ് പാർട്ടി ഓഡിറ്റ് ഈസ് ക്യാരിഡ് ഔട്ട് by an independent body to establish the extent to which an organization meets the requirements of an applicable standard. ഓക്കെ, ഇവിടെ തേർഡ് പാർട്ടി ഓഡിറ്റ് എന്ന് എടുത്തു പറയുന്നതിൻ്റെ ഉള്ള ഒരു കാര്യമെന്ന് ഇത്രയേ ഉള്ളൂ. അതായത് തേർഡ് പാർട്ടി ഓഡിറ്റ് ചെയ്യുന്ന വ്യക്തികൾ ഒരിക്കലും നമ്മളെ കമ്പനിയുമായി യാതൊരു ബന്ധവുമുള്ള ആളുകളായിരിക്കില്ല. കമ്പനീനെക്കുറിച്ച് അറിയാത്ത ആളുകളായിരിക്കും ചിലപ്പോൾ, അല്ലെങ്കിൽ കമ്പനി എന്നുള്ള കാര്യത്തിൽ ഒരു ബന്ധവുമില്ലാത്ത, അല്ലെങ്കിൽ മാനേജ്മെൻറ്റിൻ്റെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെടുന്ന ആളുകളോ അങ്ങനെ ആരും തന്നെ അല്ലാത്ത ഒരു പുറത്തു നിന്നുള്ള ഒരാളാണ് വന്ന് ഓഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ ചെക്ക് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ വേറെ എന്തെങ്കിലും കുറവുകളുണ്ട് എങ്കിൽ അത് പറയാനുള്ള മടി, ഇപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആളാണ് ചെക്ക് ചെയ്യുന്നതെന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്തുള്ള ഡിപ്പാർട്ട്മെൻറ്റിലുള്ള ഒരു മിസ്റ്റേക്ക് കണ്ടു കഴിഞ്ഞാൽ അത് പറയുമ്പോൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, ഈ ഒരു രീതിയിലുള്ള ചിന്തകളൊക്കെ വരാനുള്ള സാധ്യതകളുണ്ട്. പക്ഷേ പുറമേയുള്ള ഒരു ബോഡിയിലുള്ള ഒരാൾ വരുമ്പോൾ സ്വാഭാവികമായിട്ടും കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞ് കണ്ടുപിടിക്കാനും അതിനനുസരിച്ചുള്ള കാര്യങ്ങൾ ചെയ്യാനും തേർഡ് പാർട്ടി ഓഡിറ്റ് കൊണ്ട് നടക്കും. സോ ഒരു തേർഡ് പാർട്ടി ഓഡിറ്റ് നടത്തുക എന്നുള്ളതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. ദെൻ കണ്ടക്ട് പ്രീ രജിസ്ട്രേഷൻ. അപ്പോൾ ഒന്ന് നമ്മൾ ബാക്കിലോട്ട് പോവുകയാണ്. സംഗതി നമ്മൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞായിരുന്നു, ഒന്നാമത്തെ സ്റ്റെപ്പിൽ പറഞ്ഞു ഡോക്യുമെൻ്റ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. ഓക്കെ, രണ്ടാമത് പറഞ്ഞത് അതിനെ റെഗുലർ ബേസ് ചെയ്തിട്ട് നമ്മളതിനെ ഇവാലുവേറ്റ് ചെയ്യണം. അപ്പോൾ ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ
ഓക്കെ നമുക്ക് തോന്നുകയാണ് നമ്മൾ ചെയ്ത കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നമുക്കത് പ്രൊസീഡ് ചെയ്യാം, യാതൊരു സംശയവുമില്ല. പക്ഷേ അത് തെറ്റാണെങ്കിൽ നമ്മൾ പ്രിപ്പറേറ്ററി സ്റ്റെപ്പിലോട്ടാണ് വീണ്ടും പോകുന്നത്. എന്നിട്ട് എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് എടുക്കണം. കറക്റ്റീവ് ആക്ഷൻസ് കൃത്യമായിട്ട് എടുത്തതിന് ശേഷം വീണ്ടും നമ്മൾ ചെക്ക് ചെയ്യുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൻ്റെ വ്യത്യസ്തതകൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മൾ ഓക്കെ നമ്മൾ തീരുമാനിച്ചു, ഓക്കെ കുഴപ്പമൊന്നുമില്ല, നമ്മൾ കറക്റ്റ് ക്വാളിറ്റി ഒബ്ജക്റ്റീവിലോട്ട് നമുക്ക് എത്തുന്നുണ്ട്. ദെൻ നമ്മൾ നോക്കുകയാണ് അടുത്ത തേർഡ് പാർട്ടി ഓഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുകയാണ് നമ്മൾ ഓക്കെ ആണ്. സോ എന്ത് ചെയ്യാം, പ്രീ രജിസ്ട്രേഷൻ നമുക്ക് നടത്താൻ പറ്റും. ഇല്ല, നമ്മൾ തേർഡ് പാർട്ടി ഓഡിറ്റ് ചെയ്ത് കഴിഞ്ഞ ശേഷം അവരുടെ റിപ്പോർട്ട് നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായി നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന അല്ലെങ്കിൽ ക്വാളിറ്റി എന്നുള്ളത് നമുക്ക് എത്തിയിട്ടില്ല, അച്ചീവ് ചെയ്യാൻ സാധിച്ചിട്ടില്ല. അപ്പോൾ എന്തൊക്കെയാണ് കറക്റ്റീവ് ആക്ഷൻസ് വേണ്ടത് എന്നുള്ളത് ആ തേർഡ് പാർട്ടി ഓഡിറ്റ് ചെയ്യുമ്പോൾ ആ ഓഡിറ്റ് റിപ്പോർട്ടിനകത്ത് ഉണ്ടാകും. അപ്പോൾ എവിടെയൊക്കെ മിസ്റ്റേക്കുകളുണ്ട്, എന്തൊക്കെ നമ്മൾ ചേഞ്ചസ് വരുത്തണം, അപ്പോൾ അത് നോക്കിയിട്ട് നമുക്ക് കൃത്യമായിട്ട് ചേഞ്ചസ് വരുത്താനായിട്ട് അല്ലെങ്കിൽ കാര്യങ്ങൾ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, പ്രീ രജിസ്ട്രേഷൻ നടത്താനായിട്ട് സാധിക്കും. ദെൻ മൂന്നാമത്തേലേക്ക് പോവുകയാണെങ്കിൽ രജിസ്ട്രേഷൻ ആൻഡ് സർട്ടിഫിക്കേഷൻ സ്റ്റെപ്പാണ്. ഇതിനകത്ത് ഒന്നാമത്തേത് അപ്ലൈ ഫോർ ദ രജിസ്ട്രേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ്. രണ്ടാമത്തേത് സർട്ടിഫിക്കേഷൻ ബോഡി വിൽ കണ്ടക്ട് ആൻഡ് അഡീക്വസി ഓഡിറ്റ് ആൻഡ് കോംപ്ലിയൻസ് ഓഡിറ്റ്. ഓക്കെ, നമ്മുടെ സർട്ടിഫിക്കേഷൻ ബോഡി ISO സർട്ടിഫിക്കേഷൻ്റെ ആളുകൾ വരും, നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് അവർ ഓഡിറ്റ് നടത്തും. ഓക്കെ, അവർ കൃത്യമായിട്ട് നമ്മുടെ ക്വാളിറ്റി ഓഡിറ്റാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ക്വാളിറ്റി ഓഡിറ്റ് അവർ കൃത്യമായിട്ട് വന്ന് നടത്തും. ഈ രണ്ട് പേരുകൾ ഓർത്ത് വയ്ക്കുക, അഡീക്വസി ഓഡിറ്റ് ആൻഡ് കോംപ്ലിയൻസ് ഓഡിറ്റ്. അപ്പോൾ ദാറ്റ് ഈസ് ഒരു തേർഡ് പാർട്ടി ഓഡിറ്റ് എന്നുള്ള രീതിയിൽ തന്നെയാണ്. കാരണം നമ്മളുമായി ബന്ധമുള്ള ആളുകളല്ല വന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. മീൻസ് ISO സർട്ടിഫിക്കേഷൻ തരേണ്ട ആളുകളാണ് വന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒരു തേർഡ് പാർട്ടി ഓഡിറ്റിംഗ് തന്നെയാണ് ഇവിടെയും നടക്കുന്നത്. അപ്പോൾ രണ്ട് രീതിയിലാണ് അത്. നമ്മൾ എന്താണെന്നുള്ളത് ക്വാളിറ്റി ഓഡിറ്റ് എന്താണെന്നുള്ളത് നമ്മൾ അടുത്ത് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനകത്ത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു തേർഡ് പാർട്ടി ഓഡിറ്റ് അവർ വന്ന് നടത്തും. ദെൻ ഓക്കെ ആണെന്ന് അവർക്ക് തോന്നുകയാണെങ്കിൽ അവരെന്ത് ചെയ്യും, സർട്ടിഫിക്കേഷൻ ബോഡി വിൽ ഇഷ്യൂ എ സർട്ടിഫിക്കറ്റ്. എപ്പോൾ അത് ഓക്കെ ആകണം. കാരണം നമ്മൾ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് ഈ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതിൽ മിസ്റ്റേക്ക് വരാനുള്ള സാധ്യതകൾ കുറയും. ഇനി നമുക്ക് നോക്കാനായിട്ടുള്ള ബെനിഫിറ്റ്സ് ഓഫ് ISO 9000. എന്തൊക്കെയാണ് ISOയുടെ ബെനിഫിറ്റുകൾ എന്നുള്ളതാണ് നോക്കുന്നത്. ഫസ്റ്റ് വൺ, കൺട്രീസ് അഫിലിയേറ്റഡ് ടു യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷൻ മെയ്ഡ് ഇറ്റ് ആസ് മാൻഡേറ്ററി ടു ഹാവ് ബൈലാറ്ററൽ ട്രേഡ് വിത്ത് ഓൺലി ദോസ് ഹാവിങ് ISO 9000. അതായത് ISO 9000 ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു നല്ല രീതിയിൽ യൂറോപ്യൻ ഫ്രീ ട്രേഡ് അസോസിയേഷനിലേക്കൊക്കെ നമുക്ക് അഫിലിയേറ്റ് ചെയ്യാനായിട്ടൊക്കെ പറ്റൂ എന്നുള്ള രീതിയിലൊക്കെയാണ് പറയുന്നത്. മീൻസ് ഒരു ഇൻ്റർനാഷണൽ മാർക്കറ്റിലേക്ക് നമുക്ക് കയറണമെന്നുണ്ടെങ്കിൽ നമുക്ക് ISO സർട്ടിഫിക്കേഷൻ വേണം. ഓക്കെ, അതാണ് ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത്. സെക്കൻഡ് വൺ, ഇറ്റ് ബിൽഡ്സ് കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ ബൈ സപ്ലൈയിങ് അഷ്യൂർഡ് ക്വാളിറ്റി പ്രോഡക്റ്റ് അറ്റ് റീസണബിൾ പ്രൈസ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, കസ്റ്റമേഴ്സിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കിട്ടേണ്ടത് ക്വാളിറ്റി പ്രോഡക്റ്റ് കിട്ടണം, അതുപോലെ തന്നെ അതിൻ്റെ വില. ഓക്കെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അങ്ങനെയാണ് ചെക്ക് ചെയ്യുക. ഏതൊരു സാധനം വാങ്ങിക്കുകയാണെങ്കിലും നമ്മൾ ക്വാളിറ്റി നോക്കും, പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി നോക്കും, അതുപോലെ തന്നെ അതിൻ്റെ വില നോക്കും. ഇപ്പോൾ രണ്ട് പ്രോഡക്റ്റ് മീൻസ് ഒരേ പ്രോഡക്റ്റുകൾ രണ്ട് കമ്പനിക്കാർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എങ്കിൽ നമ്മളത് ചെക്ക് ചെയ്യും. ക്വാളിറ്റി എങ്ങനെയുണ്ട്, രണ്ട് കമ്പനിയും തരുന്ന ക്വാളിറ്റി എന്താണ്. അതുപോലെ തന്നെ നമ്മൾ നോക്കുന്ന അടുത്ത കാര്യം എന്ന് പറയുന്നത് അതിൻ്റെ വില എത്രത്തോളം ഉണ്ട്. ദെൻ മൂന്നാമത്തേത് പറയുന്നത്, ഇഫ് ആൻ ഇന്ത്യൻ ഇൻഡസ്ട്രി അഡാപ്റ്റ്സ് ISO 9000 ക്വാളിറ്റി സിസ്റ്റം ഇറ്റ് വിൽ ഗെറ്റ് എൻട്രി ഇൻ ടു ദ global market and can compete with the developed countries because Indian products are cheaper compared to European products. നമ്മൾ നേരത്തെ പറഞ്ഞു, ഫസ്റ്റ് ഇതിൽ തന്നെ സ്റ്റേറ്റ്മെൻറ്റിൽ തന്നെ പറഞ്ഞായിരുന്നു, ISO സർട്ടിഫിക്കേഷൻ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ISO പറഞ്ഞിട്ടുള്ള ഒരു ക്വാളിറ്റി സിസ്റ്റം നോക്കിയിട്ടാണ് നമ്മുടെ ഇൻഡസ്ട്രീസ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ പറ്റും. ഓക്കെ, സ്വാഭാവികമായിട്ടും ഗ്ലോബൽ മാർക്കറ്റിലുള്ള എല്ലാവരും തന്നെ ഫോളോ ചെയ്യുന്നത് ISO ബേസ് ചെയ്തിട്ടുള്ള ക്വാളിറ്റി സിസ്റ്റംസും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്കും അവരുമായിട്ട് കോമ്പറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ ഡെവലപ്ഡ് കൺട്രീസുമായിട്ട് നമ്മൾ കോമ്പറ്റ് ചെയ്യുമ്പോൾ നമുക്കുള്ള ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുണ്ടാക്കുന്ന പ്രോഡക്റ്റ് അവരുണ്ടാക്കുന്ന പ്രോഡക്റ്റിനേക്കാളും ചീപ്പറായിരിക്കും. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് നമ്മൾ ഡെവലപ്ഡ് കൺട്രി ആകാത്തത് കൊണ്ട്
നമ്മുടെ രൂപയുടെ മൂല്യം അങ്ങനെയുള്ള പല കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയുന്നത്. അടുത്ത് പറയുന്നത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഇൻ ഇറ്റ്സ് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി ഹാസ് ഗിവൺ സെർട്ടൻ കൺസെഷൻ ടു ദ ISO 9000 കമ്പനീസ്. അതായത് ISO 9000 കമ്പനീസ് ആണെങ്കിൽ അവർക്ക് എക്സ്പോർട്ട് ഇമ്പോർട്ട് പോളിസി അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഒത്തിരി കൺസെഷൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പറയുന്നത് നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ്. ഇറ്റ് മോട്ടിവേറ്റ് ദ എംപ്ലോയീസ് ആൻഡ് ഡെവലപ്സ് പ്രൈഡ് ഇൻ ദം. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് 4 ആളുകൾ അറിയുന്നു അല്ലെങ്കിൽ 4 ആളുകൾ വാങ്ങിക്കുന്നു. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഈ ഗ്ലോബൽ മാർക്കറ്റിൽ ആളുകൾ വാങ്ങിക്കുന്നു, മറ്റു രാജ്യത്തുള്ള ആളുകൾ വാങ്ങിക്കുന്നു, അല്ലെങ്കിൽ ഞാൻ ഉണ്ടാക്കുന്ന പ്രൊഡക്റ്റ് ഇത്ര ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ആ എംപ്ലോയീസിന് അതിനുള്ള സന്തോഷം ഉണ്ടാകുക തന്നെ ചെയ്യും. ഇറ്റ് ഇംപ്രൂവ് ദ എഫിഷ്യൻസി ആൻഡ് റെഡ്യൂസസ് ദ വേസ്റ്റേജ് ആൻഡ് ഇൻസ്പെക്ഷൻ. അതായത് നമ്മൾ ISO ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ നമ്മൾ ഒത്തിരി ക്വാളിറ്റി കാര്യങ്ങൾ ബേസ് ചെയ്തിട്ട് അതിൻ്റെ ഓരോ കാര്യങ്ങളും ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്. അതായത് ടോട്ടൽ എല്ലാ കാര്യങ്ങളും നമ്മൾ നോക്കി എവിടെയൊക്കെ മിസ്റ്റേക്ക് വരാം അതൊക്കെ നമ്മൾ മാറ്റിയിട്ടാണ് നമ്മൾ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് നമ്മളിവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് വേസ്റ്റേജ് എന്നുള്ള സംഗതികൾ ഉണ്ടാകില്ല എന്നല്ല, കുറയും. അതുപോലെ തന്നെ ഇൻസ്പെക്ഷൻ നമ്മൾ രണ്ടാമത് ഇൻസ്പെക്റ്റ് ചെയ്യും എന്തായാലും, പക്ഷെ അതിൻ്റെയൊക്കെ ആവശ്യകത കുറയ്ക്കാം നമുക്ക്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും കാര്യങ്ങൾ നോക്കിയിട്ടാണ് നമ്മൾ ഈ ISO സർട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടിയിരിക്കുന്നത് അല്ലെങ്കിൽ അത് ചെയ്തിരിക്കുന്നത്. ദെൻ ഇറ്റ് എൻഹാൻസസ് ദ ക്വാളിറ്റി ഇമേജ് ഓഫ് ദ കമ്പനി ആൻഡ് ഗിവ്സ് ക്രെഡിറ്റ് ഇൻ കോമ്പറ്റീഷൻ മാർക്കറ്റ്. ഇപ്പോൾ നമ്മൾ നോക്കുകയാണ്, ഒരേ പ്രോഡക്റ്റ് 2 കമ്പനിക്കാർ ഉണ്ടാക്കുന്നു. ഒരു കമ്പനിക്ക് ISO സർട്ടിഫിക്കേഷൻ ഉണ്ട്, മറ്റേ കമ്പനിക്ക് അതില്ല. അപ്പോൾ നമ്മളേത് വാങ്ങിക്കാനാണ് സാധ്യത? സർട്ടിഫിക്കേഷൻ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഒരു സാധ്യത അതിനകത്തുണ്ട്. ദെൻ സിസ്റ്റമാറ്റിക് ഓപ്പറേഷൻസ് ആൻഡ് പ്രോസസ്സസ് റെഡ്യൂസസ് ദ വർക്ക് ഹസാർഡ്സ്. വർക്ക് പല രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരുത്താൻ, കാരണം നമ്മൾ ഇന്ന രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ക്വാളിറ്റി നമുക്ക് കീപ്പ് ചെയ്യാനായിട്ട് പറ്റും, അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവില്ല. അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഒരു ബുദ്ധിമുട്ടുകളും ആ വർക്കിലൂടെ നമുക്ക് ഉണ്ടാവത്തില്ല. അടുത്ത് നമ്മൾ നോക്കുന്നത് ക്വാളിറ്റി ഓഡിറ്റ് ആണ്. ക്വാളിറ്റി ഓഡിറ്റ് എന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ്. എ സിസ്റ്റമാറ്റിക് ആൻഡ് ഇൻഡിപെൻഡൻറ്റ് എക്സാമിനേഷൻ ടു ഡിറ്റർമിൻ വെദർ ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സ് ആർ ആസ് പെർ ദ പ്ലാൻസ് and whether these plans are implemented effectively in achieving quality objectives with the maintenance of quality standards. നമ്മളിവിടെ കാണുന്നത് ക്വാളിറ്റി നമ്മൾ ചെക്ക് ചെയ്യുകയാണ് ഇവിടെ നമ്മൾ ചെയ്യുന്നത്. അത് നമ്മൾ ഒരു ക്വാളിറ്റി ഒബ്ജക്റ്റീവ് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കാനായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ കൃത്യമായിട്ട് ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എഫക്റ്റീവായിട്ട് നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ദെൻ അതിൽ നിന്ന് കൃത്യമായിട്ട് ക്വാളിറ്റി ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? നമ്മുടെ ക്വാളിറ്റി സ്റ്റാൻഡേർഡ്സും കാര്യങ്ങളും എല്ലാം കീപ്പ് ചെയ്തുകൊണ്ട് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റി ഒബ്ജക്റ്റീവ്സിലേക്ക് എത്തിക്കാനായിട്ട് നമുക്ക് സാധിക്കുന്നുണ്ടോ? സോ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ക്വാളിറ്റി ഓഡിറ്റ് നല്ല രീതിയിലോട്ട് നമ്മൾ എന്തെങ്കിലും കറക്റ്റീവ് ആക്ഷൻസ് എടുത്ത് ആ ഒരു ക്വാളിറ്റി ഒബ്ജക്റ്റീവിലേക്ക് എത്തിക്കുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യേണ്ടി വരും. ഇതിൽ ഒന്നാമത്തെ സ്റ്റെപ്പാണ് പ്രിപ്പറേറ്ററി സ്റ്റെപ്പ്. ഇവിടെ നമ്മൾ നോക്കുന്നത് ഒന്നാമത്തേത് ക്വാളിറ്റി അവയർനെസ് ട്രെയിനിങ്. നമ്മുടെ കമ്പനിയിൽ ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ അവർക്ക് എല്ലാവർക്കും തന്നെ ക്വാളിറ്റി അവയർനെസ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഇപ്പോൾ നമ്മൾ ചിന്തിക്കും വർക്കേഴ്സ് ആണല്ലോ പണിയെടുക്കുന്നത്, അതുകൊണ്ട് അവർക്ക് മാത്രം ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ കൊടുത്താൽ പോരെ. ഒരിക്കലും ആ ഒരു രീതിയിലേക്കല്ല നമുക്ക് ക്വാളിറ്റീനെ കാണിക്കാനായിട്ട് പറ്റുക. ആ കമ്പനിയിൽ ആരൊക്കെയുണ്ടോ പല ലെവലിലുള്ള വർക്കേഴ്സ് ഉണ്ടാവും, പല ആളുകളുണ്ടാവും. സോ ആ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഈ ഒരു ക്വാളിറ്റി അവയർനെസ് ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെ കൊടുത്താൽ മാത്രമാണ് നമുക്ക് കമ്പനി ഫുള്ളി ഒരു ക്വാളിറ്റി എന്നുള്ളൊരു കോൺഷ്യസ് ആയിട്ട് അതിനെപ്പറ്റി മാത്രം ചിന്തിച്ചുകൊണ്ട് അല്ലെങ്കിൽ ആ രീതിയിലേക്ക് വളർത്താനായിട്ട്
സാധിക്കത്തുള്ളൂ. അപ്പോൾ ഇവിടെ പറഞ്ഞു വെച്ചിരിക്കുന്നത് ക്വാളിറ്റി അവയർനെസ് ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ എല്ലാ ലെവലിലുള്ള ആളുകൾക്കും കൃത്യമായിട്ട് മനസ്സിലാക്കാനായിട്ട് പറ്റും നമ്മൾ എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്. ഞാൻ ആ ഒരു പൊസിഷനിലുള്ള വ്യക്തി ഏത് രീതിയിലാണ് വർക്ക് ചെയ്യേണ്ടത്, എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്, ഇതിനെക്കുറിച്ച് എല്ലാം വ്യക്തമായിട്ടുള്ളൊരു ധാരണ അവിടെ നമുക്ക് കിട്ടും. സെക്കൻഡ് വൺ, ടാസ്ക് ഫോഴ്സ് ഷുഡ് ബി എസ്റ്റാബ്ലിഷ്ഡ് അറ്റ് 3 levels ടു പ്രിപ്പയർ നെസസറി ക്വാളിറ്റി ഡോക്യുമെൻറ്റ്സ്. ക്വാളിറ്റി ഡോക്യുമെൻറ്റ്സ് പ്രിപ്പയർ ചെയ്യണം എന്നാണ് രണ്ടാമത്തേൽ നമ്മൾ പറയുന്നത്. ഇതിൽ 3 രീതിയിലാണ് നമ്മളിതിനെ കാണിക്കുന്നത്. ഒന്നാമത്തേത് ടോപ്പ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പിൽ അവരെ സംബന്ധിച്ചിടത്തോളം അവർ പ്രൊവൈഡ് ചെയ്യുന്നത് ക്വാളിറ്റി പോളിസിയാണ്. അപ്പോൾ നമ്മുടെ മാനേജ്മെൻറ്റ് ലെവലിലുള്ള ആളുകൾ പറയുകയാണ് നമുക്ക് നമ്മുടെ ക്വാളിറ്റി പോളിസി ഇന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അവർ പറയണം. അപ്പോൾ അവർക്ക് ആദ്യമേ ഈ ഒരു ട്രെയിനിങ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ അവർക്ക് കിട്ടുന്നുണ്ട്. സോ സ്വാഭാവികമായിട്ടും അവർക്കറിയാം ഇന്ന രീതിയിൽ പോയാലാണ് നമുക്ക് മാർക്കറ്റിൽ നിൽക്കാനായിട്ട് സാധിക്കുക, അല്ലെങ്കിൽ ISO സർട്ടിഫിക്കേഷൻ നമുക്ക് കിട്ടുക. സോ അതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ കസ്റ്റമറിന് വേണ്ടിയിട്ട് കസ്റ്റമർ എന്താണോ ആഗ്രഹിക്കുന്നത് അതിനെ ബേസ് ചെയ്തിട്ട് ഒരു ക്വാളിറ്റി പോളിസി ടോപ്പ് മാനേജ്മെൻറ്റ് ഗ്രൂപ്പ് ഉണ്ടാക്കണം. രണ്ടാമത് ഡിപ്പാർട്ട്മെൻറ്റൽ ഹെഡ്സ് ആണ്. അവരെ സംബന്ധിച്ചിടത്തോളം ക്വാളിറ്റി പ്രൊസീജിയേഴ്സ് ഉണ്ടാക്കണം. തേർഡ് വൺ, ജൂനിയർ ലെവൽ എക്സിക്യൂട്ടീവ്സ് അവർ വർക്ക് ഇൻസ്ട്രക്ഷൻസ് ഉണ്ടാക്കണം. Then third one, analyze the existing practices and procedures and the corrective actions to be implemented. നമ്മൾ ISO സർട്ടിഫിക്കേഷനോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്കറിയാം നമുക്ക് ഓൾറെഡി ഒരു കമ്പനി ഉണ്ടാവും. ആ കമ്പനി ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നുണ്ടാവും, അത് മാർക്കറ്റിൽ എത്തിക്കുന്ന ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ളൊരു കമ്പനിയിൽ നമ്മൾ ദെൻ ടൈപ്സ് ഓഫ് ഓഡിറ്റ് എന്തൊക്കെയാണ്, ഏതൊക്കെ രീതിയിലുള്ള ഓഡിറ്റുകളാണ് ഉള്ളത് എന്നുള്ളതാണ് നോക്കുന്നത്. ആദ്യത്തെ 4 ആണ് നമ്മൾ ആദ്യത്തെ ഒരു കാറ്റഗറിയിൽ വരുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. അഡീക്വസി ഓഡിറ്റ്, അതായത് നമ്മളൊരു ഡോക്യുമെൻറ്റേഷൻ റിവ്യൂ ആണ് നടത്തുന്നതെങ്കിൽ, അതായത് നമ്മുടെ ക്വാളിറ്റി ബേസ് ചെയ്തിട്ടുള്ള നമ്മൾ ഒത്തിരി ഡോക്യുമെൻറ്റുകൾ ഉണ്ടാക്കണമെന്ന് പറഞ്ഞായിരുന്നു. ക്വാളിറ്റി പോളിസി, ക്വാളിറ്റി പ്രൊസീജിയേഴ്സ്, അതുപോലെ തന്നെ സ്പെസിഫിക്കേഷൻസ് കാര്യങ്ങൾ, ഡ്രോയിങ്സ്, ഇങ്ങനെ ഒത്തിരി ഡോക്യുമെൻറ്റേഷൻസ് ഉണ്ടാക്കണമെന്ന് നമ്മൾ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഡോക്യുമെൻറ്റ്സ് നോക്കിയിട്ട് ക്വാളിറ്റി ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യലാണ് അഡീക്വസി ഓഡിറ്റിൽ വരുന്നത്. അതുപോലെ തന്നെ ഇതിനകത്ത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ കാര്യങ്ങളും എല്ലാം അതിനകത്ത് ഇൻക്ലൂഡഡ് ആണ്. ദെൻ രണ്ടാമത് കോംപ്ലയൻസ് ഓഡിറ്റിനകത്ത് നമ്മൾ നോക്കുന്നത് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് എഫക്റ്റീവ്നെസ്, അതായത് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ അല്ലെങ്കിൽ ആ ഒരു പ്രോസസ്സിൻ്റെ കാര്യങ്ങൾ നോക്കിയിട്ട് അത് കൃത്യമായിട്ടാണോ പോകുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ടോ, എത്രത്തോളം വ്യക്തതയോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, അതായത് ഡോക്യുമെൻറ്റിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇതെല്ലാം നമ്മൾ നോക്കുന്നതെന്ന് ഓർമ്മ വേണം. തേർഡ് വൺ, സിസ്റ്റം ഓഡിറ്റ്, അതായത് ക്വാളിറ്റി ആസ്പെക്ട്സ് ഓഫ് വേരിയസ് സിസ്റ്റംസ്. നമ്മൾ കമ്പനിയിൽ ഉപയോഗിക്കുന്ന ഓരോ സിസ്റ്റത്തിൻ്റെയും കൃത്യമായിട്ട് ക്വാളിറ്റി ഇവാലുവേറ്റ് ചെയ്യുക, എങ്ങനെയാണെന്നുള്ളത്, ഏത് രീതിയിലാണ് എന്നുള്ളത്, വർക്കിങ്ങും കാര്യങ്ങളും എല്ലാം നോക്കുക. ഫോർത്ത് വൺ, പ്രൊഡക്റ്റ് ഓഡിറ്റ് ആണ്. ദാറ്റ് ഈസ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റിൻ്റെ അക്സെപ്റ്റൻസ് ലെവൽ, അതായത് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ ഉദ്ദേശിച്ച ക്വാളിറ്റിയിലാണോ വന്നിരിക്കുന്നത്. ഫൈനൽ പ്രൊഡക്റ്റ് നമ്മൾ ഇൻസ്പെക്റ്റ് ചെയ്യും, അതിൻ്റെ ക്വാളിറ്റി ചെക്ക് ചെയ്യും. ഓക്കെ, ദെൻ ഇനിയുള്ള 3 രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത്. ദാറ്റ് ഈസ് ഫസ്റ്റ് പാർട്ടി ഓഡിറ്റ്. ഫസ്റ്റ് പാർട്ടി ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ഇൻറ്റേർണൽ ഓഡിറ്റ് ആണ്. അതായത് നമ്മുടെ കമ്പനിയിൽ തന്നെ ഉള്ള ഒരാളായിരിക്കും അത് ഓഡിറ്റ് നടത്തുക. അത് മുകളിൽ പറഞ്ഞ ഏത് രീതിയിലുള്ള ഓഡിറ്റിങ്ങും ആയിരിക്കാം. രണ്ടാമത് സെക്കൻഡ് പാർട്ടി ഓഡിറ്റ് ആണ്. ദാറ്റ് ഈസ് പാർട്ടീസ് ഹാവിങ് ഇൻട്രസ്റ്റ് ഇൻ ദ ഓർഗനൈസേഷൻ, അതായത് നമ്മുടെ കമ്പനിയുമായി ഏതെങ്കിലും രീതിയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന അല്ലെങ്കിൽ താല്പര്യമുള്ള ഒരു പാർട്ടി വന്നിട്ട് ഓഡിറ്റ് നടത്തുക. ദെൻ തേർഡ് പാർട്ടി ഓഡിറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ഈസ് എക്സ്റ്റേണൽ ഇൻഡിപെൻഡൻറ്റ് ഓർഗനൈസേഷനാണ്. നമ്മളുമായി യാതൊരു ബന്ധമില്ലാത്ത ആളുകളായിരിക്കും ഓഡിറ്റ് നടത്തുക.